ഹലോ ഗൈസ്, അപ്പം നമ്മൾ S24 അൾട്ര, സാംസങ് ഗാലക്സി S24 അൾട്ര വന്നിട്ടുണ്ട്. ചെറിയൊരു അൺബോക്സിങ്, ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ബോക്സ്. ചെറിയൊരു ഡാമേജ് ഒക്കെ സൈഡിൽ വന്നിട്ടുണ്ട് ഒരാഴ്ചയിൽ. എന്തായാലും നോക്കാം. ഹലോ ഗൈസ്, നമ്മുടെ S24 അൾട്ര വന്നിരിക്കുകയാണ്. ഇതുവരെ കണ്ടില്ല, തുറന്ന് നോക്കിയില്ല. ജസ്റ്റ് ഗോണ ഓപ്പൺ ഇറ്റ് നൗ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്കിലെ സ്റ്റിക്കർ ഊരി അങ്ങനെ തുറക്കാൻ പോവുകയാണ് S24 അൾട്ര. വിഷയം കേട്ടോ, വിഷയം. ഇതില് ഇത് ഇളക്കണത് എനിക്ക് ഭയങ്കര കിടിലമായിട്ട് എടുക്കണം വീഡിയോയിൽ. ഒരിക്കലും വായിക്കാത്തൊരു മാനുവല്. ഓക്കെ, കേബിളുണ്ട് കേട്ടോ, ചാർജറല്ല, കേബിളുണ്ട്. പിന്നെ സിം ഇജക്ടർ ടൂൾ ഉണ്ടെന്ന് തോന്നുന്നു, കാണാം. അതെ, സിം ഇജക്ടർ ടൂൾ. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് S24 അൾട്ര. ലുക്സ് ഗുഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗാലക്സി S24 അൾട്ര ഓൺ ആക്കാം, എന്നിട്ട് സെറ്റപ്പ് ചെയ്യാം, ഫോണൊന്ന് സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ ഫോണ് അൺബോക്സ് ചെയ്തു, ഒന്ന് സെറ്റപ്പ് ചെയ്തു. നമ്മുടെ ലാംഗ്വേജും സിമ്മും ഒക്കെ ഇട്ട് ഒന്ന് വൈഫൈക്ക് ആയിട്ട് കണക്ട് ചെയ്ത് ഫോണും സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ വന്നിട്ട് എനിക്ക് തോന്നിയ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പ് ഫ്രണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു കർവ്ഡ് ഡിസ്പ്ലേ അല്ല. S23 അൾട്രയിൽ ഡിസ്പ്ലേ കർവ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് കർവ്ഡ് ഡിസ്പ്ലേ അല്ല, അതൊരു മാറ്റി. പിന്നെ വന്നിട്ട് ഈ ഫോണിൻ്റെ ഈ എഡ്ജസ് കുറച്ചുകൂടെ അവരൊരു കർവ്ഡ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിപ്പോൾ ടൈറ്റാനിയം ബിൽഡാണ്. അതുകൊണ്ട് ഒരു 4-5 ഗ്രാമൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ നോട്ടീസബിൾ ഡിഫറൻസ് അല്ല, എന്നാലും ഇപ്പോൾ ഒരു ടൈറ്റാനിയം ബിൽഡാണ് ഗൈസ്. അപ്പം ഗാലക്സി S24 അൾട്രയിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ Gen 3 ആണ്. ഇപ്പോഴത്തെ 4 നാനോമീറ്റർ ചിപ്പാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പവർഫുൾ, ഇപ്പോഴത്തെ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ചിപ്പാണ് വരുന്നത്. അപ്പം ഗെയിമിങ്ങിനാണെങ്കിലും ഡേ ടു ഡേ യൂസിനാണെങ്കിലും ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ലാതെ ഈ ഫോൺ കൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ലാഗ് അതിപ്പം കഴിഞ്ഞ കുറച്ച് ജെന്നായിട്ട് ഇറങ്ങുന്ന ഒന്നിലും ലാഗ് കാണില്ല, ഇതിൽ പ്രത്യേകിച്ച് കാണത്തില്ല. അപ്പോൾ ഗൈസ്, ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആണ് വരുന്നത്. പ്ലസ് 1 UI എന്ന് വെച്ചാൽ 1 UI എന്ന് പറഞ്ഞാൽ സാംസങ് ആൻഡ്രോയിഡിൻ്റെ മുകളിൽ വരുന്ന UI 6.1 ആണ് വരുന്നത്. ഇതിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ പറയാം, പോകുമ്പോൾ പറയാം. ഗാലക്സി S24 അൾട്രയുടെ AI ഫീച്ചറിനെ പറ്റി പറയുമ്പം, ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഒരു അടിപൊളി ഫീച്ചറാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഗൂഗിൾ വരും. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ട ഭാഗം സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത് വാങ്ങിക്കാൻ പറ്റുന്ന വല്ല സാധനമാണെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. വേറെ ഒരു ഫീച്ചർ S24 അൾട്രയുടെ AI ഫീച്ചർ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ട്രാൻസ്ലേറ്റ് ആണ്. ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് വേറെ രാജ്യത്തൊക്കെ പോകുമ്പം ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഭയങ്കര ഒരു മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഭാഷ അറിഞ്ഞൂടെങ്കിലും നമ്മുടെ ഭാഷ അവരെ ഭാഷയും സെലക്ട് ചെയ്താൽ ഈ ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ ഇതിൽ എല്ലാ ഭാഷയും വന്നിട്ടില്ല, വളരെ കുറച്ച് ഭാഷകളേ ഉള്ളൂ. പക്ഷേ വളരെ ഒരു കിടിലം ഫീച്ചറാണിത്. അതുപോലെ ഇത് ബിൽറ്റിൻ ആയിട്ട് വരുന്നത് 12 GB റാമിലാണ് ഇപ്പം വരുന്നത്. 12 GB റാമാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. 12 GB റാമാണ്. ഇത് ഏറ്റവും ഇതിലെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീനാണ്. ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 Hz LTPO ഡിസ്പ്ലേ ആണ്. അപ്പം 1 Hz to 120 Hz ഇങ്ങനെ മാറാനുള്ള ഇതുണ്ട്. നമ്മുടെ യൂസേജ് അനുസരിച്ച് പവർ സേവിങ്ങിന് വേണ്ടിയിട്ട് 1 Hz to 120 Hz ഇടയ്ക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിലെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞോണത്തെ S23 അൾട്രയിൽ വരുന്ന ഡിസ്പ്ലേ 1750 nits ആയിരുന്നു. ഇതിൽ വരുന്നത് 2600 nits ആണ്. ബ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ വെയിലത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേ നമുക്ക് വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂവും വരില്ല. 2600 nits എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ കണ്ണിൽ മറ്റേ ഇരുട്ടത്തൊക്കെ വെച്ച് എടുത്ത് വെച്ച് പെട്ടെന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയ കണ്ണിൽ ഫ്ലാഷ് ബാങ്ക് എറിഞ്ഞ പോലെ ഇരിക്കും, കണ്ണടിച്ചു പോകും, അത്രയും ബ്രൈറ്റാണ് ഈ സ്ക്രീൻ. ഗൈസ് അതേപോലെ S24 അൾട്രയിൽ റേ ട്രേസിംഗ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ റേ ട്രേസിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഗെയിംസ് വരുമ്പോഴത്തേക്ക് അതിലുള്ള ലൈറ്റിങ്ങും അതിലുള്ള ഇമേജ് റീപ്രൊഡക്ഷനും നമ്മളെ കണ്ണിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ വേപ്പർ ചേമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 92% ബിഗ്ഗറാണ്. അതിൻ്റെ കൂടെ ഒരു 5000 mAh ബാറ്ററി തന്നിട്ടുണ്ട്. അപ്പം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി തീർന്നു ഇഷ്യൂ എന്തായാലും വരത്തില്ല. ഇതിൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വർഷം ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഈ പ്രോസസ്സറും ഈ GPU തന്നെയായിരിക്കും വരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർ ക്ലോക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്താലേ. പക്ഷേ ഇതിൽ സംഭവം എല്ലാ ഗെയിംസും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ടിൽ ഡേറ്റുള്ള എല്ലാ ഗെയിംസും ഡേ ടു ഡേ യൂസേജിന് ഇതൊരു കിടിലൻ പ്രോസസ്സർ തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ബയോണിക് ചിപ്പിനെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്നൊരു ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചില ബെഞ്ച് മാർക്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഗെയിമിങ്ങിനും ഡേ ടു ഡേ യൂസേജിനും ദിസ് വിൽ ബി ഒരു രക്ഷയില്ലാത്ത ഒരു ഫോൺ തന്നെ ആയിരിക്കും.